കൊനിച്ചിവ സുഹൃത്തുക്കളെ, ഇന്ന് എപ്പിസോഡ് നമ്പർ ഞാൻ ഓർക്കുന്നില്ല. സാംസ്കാരിക വേബ്സിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഗൗരിശങ്കർ. ഇവിടെ ഇരിക്കുന്നവരെല്ലാം നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. ഇത് നിതിൻ, മുടിയനെന്ന് ഞങ്ങൾ വിളിക്കും. ഇത് സ്വാലി, ഞാൻ സാഹിൽ. ഇതിനെല്ലാം മേച്ചോണ്ട് നടക്കുന്നത് ഞാൻ. രഥം ഓടിക്കുന്നത് ഞാൻ. സൈഡിൽ അത് പാസഞ്ചർ ടിക്കറ്റ് എടുത്ത് ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഡീമൺ സ്ലെയർ ആണ്. ഡീമൺ സ്ലെയർ ആനിമേ. ഞങ്ങൾ ഇതുവരെ ഫുൾ ലെങ്ത് ഡീമൺ സ്ലെയറിന് ഒരു വീഡിയോ ചെയ്തിട്ടില്ല. ആൻഡ് ഇപ്പോഴത്തെ ന്യൂജൻ ആനിമേ വാച്ചേഴ്സിൽ നറൂട്ടോ പോലെ സ്റ്റാർട്ടർ ആനിമേസിൽ ഒന്നാണ് ഡീമൺ സ്ലെയർ. ആൻഡ് ഒരു ന്യൂ വേവ് ഓഫ് ആനിമേഷനെ കുറിച്ച് ആൾക്കാർക്ക് ഇടയിൽ ടോപ്പിക് ആയത് ഡീമൺ സ്ലെയർ വന്നേ പിന്നെ പുച്ഛിച്ച് നടക്കുമായിരുന്നെങ്കിലും നമ്മൾ അഡ്രസ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ എപ്പിസോഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് മൂസാന്റെ ഡാൻസ് സ്റ്റെപ്സ് എന്റെ റീലിനെ ഭീകരമായിട്ട് ആക്രമിച്ചുകൊണ്ട് എന്തോന്നത് 12 മിനിറ്റാ 10 മിനിറ്റാ മൈക്കിൾ ജാക്സൺ നടന്ന് എത്തണില്ല എന്ന് ഒരുപാട് പേർക്ക് കംപ്ലൈന്റ് ആയിരുന്നു. ബിലാലിക്ക ഇന്ത്യ മൈക്കിൾ ജാക്സൺ ആയിരുന്നു. പക്ഷെ ആ സീൻ ഇൻസൈൻ സീനായിരുന്നു. മാസ് എൻട്രികളിൽ അനിമേസിന്റെ മാസ് എൻട്രികളിൽ എന്താ പറയാ, സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെടും. എനിക്ക് മലയാളം സെറ്റാണ്. ഏറ്റവും കോമഡി പരിപാടി എന്താന്ന് വെച്ചാല് അളിയൻ ഇന്ന് മുമ്പ് മലയാളം പറയും. ദുബായിനെ അതെനിക്ക് മനസ്സിലായില്ല. ഡീമൺ സ്ലെയർ എന്നുള്ള കഥ നടക്കുന്നത് അങ്ങ് ദൂരെ. പിന്നെ ആറ് കാരണത്തോ കഥയൊക്കെ നമുക്കറിയാം. സംഭവം ലാസ്റ്റ് സീസൺ ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും മറ്റേ നമ്മുടെ ജുബൈറിന്റെ ഫേമസ് ഡയലോഗ് അല്ലേ, റിപ്പീറ്റ് ആ സാധനമാണ്. പക്ഷേ പോയി പറഞ്ഞ പോലെ തന്നെ ആനിമേഷൻ സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു സാധനത്തിന് ഒരു ബാർ കൊണ്ടുവന്നത് ഡീമൺ സ്ലെയറാണ്. ആ ഒരു കമ്പാരിസൺ സ്കെയിൽ ആദ്യമായിട്ട് എന്റെ അറിവിൽ കൊണ്ടുവന്നത് ഡീമൺ സ്ലെയർ ആണ്. അത് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി ആൾക്കാർ ആനിമേഷൻ വെച്ച് ആനിമേ കാണാൻ കമ്പയർ ചെയ്യാൻ തുടങ്ങിയത്. അനിമേ റീസ്റ്റാർട്ട് ചെയ്ത മറ്റേ കിക്കിങ് ചെയ്ത് കൊണ്ടുവന്ന വേവിന്റെ തുടക്കം ഡീമൺ സ്ലെയർ ആയിരുന്നു. അതൊരു വലിയ കാര്യം. കിമെറ്റ്സുനോ ഐബ നല്ല പാട്ട് എന്തൊക്കെ പറഞ്ഞാലും ബ്ലീച്ച് കഴിഞ്ഞാൽ പിന്നെ രോമാഞ്ചിഫിക്കേഷനും അത്യാവശ്യം ട്രെയിനർക്കിലൊക്കെ. പിന്നെ നമ്മൾ സോങ്സിനെ പറ്റി സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എലിജിബിൾ ആയിട്ടുള്ള ആളാണ് ഇവിടെ ഇരിക്കുന്നത്. പറയൂ, എന്താണ് താങ്കളുടെ അഭിപ്രായം? അതിനു മുമ്പ് ഒരു ഇൻട്രോ തരാം. നമ്മുടെ ഇവന്റ്സിന് വന്നുള്ളവർക്ക് അറിയാമായിരിക്കാം, അറിയാതിരിക്കായിരിക്കാം. ഇതുവരെയുള്ള എല്ലാ ഇവന്റ്സിലെ മ്യൂസിക് ഇവന്റ്സിന്റെ എന്താ പറയാ മേൽനോട്ടക്കാരൻ നിതിൻ എന്നാ വിനയനാടാ, നിതിൻ എം വിനയൻ. നിതിൻ എം വിനയൻ അല്ല, പേര് വൃത്തിയായിട്ട് പറയണ്ട. അറിയാത്ത പണിക്ക് മുടങ്ങില്ല. ഓൺ ദാറ്റ് നോട്ട്, ഓഗസ്റ്റ് 17 നമ്മുടെ അടുത്ത ഇവന്റ് വരുന്നതാണ് കൊച്ചി പനമ്പള്ളി നഗറിലെ റോട്ടറി ക്ലബിന്റെ ഹാളിൽ വെച്ചിട്ടാണ്. If you can join, please do come. ടിക്കറ്റിന്റെ രജിസ്ട്രേഷൻ ലിങ്ക് വീഡിയോന്റെ താഴെ കൊടുത്തേക്കാം. രജിസ്ട്രേഷൻ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സ്പെഷ്യൽ മ്യൂസിക്കൽ ഇവന്റ് ഉണ്ട്. ഇപ്രാവശ്യം അത്യാവശ്യം നമ്മൾ വലിയൊരു പരിപാടിയാണ് പ്ലാൻ ചെയ്യുന്നത്. ഒന്നത് കാരണം നമ്മള് നല്ല രീതിയിൽ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് നമ്മൾ ഒരുപാട് ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്നിട്ട് പ്രോപ്പർ ലൈവ് അനിമേ പെർഫോമൻസ് സോങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ അനിമേ കോൺവെർസേഷൻ സെഷൻസ് ഉണ്ട്. നമ്മുടെ ഈ പോഡ്കാസ്റ്റ് നമ്മളോട് ലൈവായിട്ട് ചെയ്യുന്നതാണ്. ലൈവ് പോഡ്കാസ്റ്റിന് ഒരു ഓപ്പൺ ചെയർ ഉണ്ടായിരിക്കുന്നതാണ്. ഏത് അറ്റൻഡ് വന്ന് ചേരാവുന്നതാണ്. നമുക്ക് കോൺവെർസേഷൻ ചെയ്യാവുന്നതാണ്, ജോയിൻ ചെയ്യാവുന്നതാണ്. അത് പോഡ്കാസ്റ്റ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. നൈസ് ആയിരിക്കും. പിന്നെ നമുക്കൊരു സൈക്കോളജി സെഷൻ ഉണ്ട്. സോ പീപ്പിൾ പറഞ്ഞു, ഞങ്ങൾ ഡെലിവർ ചെയ്തു. നമ്മൾ മുമ്പ് പ്ലാൻ ചെയ്തിരുന്ന സംഭവമാണ്. സോ പീപ്പിൾ ഹു വാണ്ട് ഹെൽപ്പ്, ഹു ആർ അഫ്രൈഡ് ടു ആസ്ക്, അല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിലുള്ള ആൾക്കാർക്ക് വി ആർ വെരി happy. The community is there for you. Community is there for you. We are happy to sponsor few sessions in the way that we can. അതിനുള്ള ഒരു ചെറിയൊരു ഞങ്ങളെ കൊണ്ട് ആവുന്നത് ഞങ്ങൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ we can do much better. അതുപോലെ തന്നെ എല്ലാവരും
വയനാട്ടിലെ പ്രശ്നങ്ങളെ കുറിച്ച് അറിയാം എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ വരുന്ന ഇവന്റിന്റെ ടിക്കറ്റ് പ്രൊസീഡിങ്സിൽ നിന്ന് വി ആർ ഗോയിങ് ടു ഡൊണേറ്റ് 10% ടു NDR, ഐ മീൻ കേരള ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിലേക്ക് ഞങ്ങളത് സംഭാവന ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലും കൂടെയാണ് നിൽക്കുന്നത്. അല്ലാണ്ട് ഞങ്ങളുടെ പൈസ ഇല്ല, പരിശ്രമിക്കുന്നുണ്ട്, ഉള്ള രീതിയിലൊക്കെ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ഞങ്ങൾക്ക് നല്ലൊരു മാർഗമാണെന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിലേക്ക് നീക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്രാവശ്യം മുമ്പ് നമ്മളെ സോളോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ വി ആർ ഹാവിങ് മോർ വെൻഡേഴ്സ് ദിസ് ടൈം. ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും, പിന്നെ കുറച്ച് പുതിയ മെർച്ചൻഡൈസ് ബ്രാൻഡ്സ് ഉണ്ടാവും, ഗെയിമിംഗ് സിസ്റ്റംസ് പരിപാടികളുണ്ടാവും, ഗെയിമിംഗ് ടൂർണമെന്റ്സ് ഉണ്ട്, ടൂർണമെന്റ് ഉണ്ടാവും, ഐ മീൻ കോസ്പ്ലേ കോമ്പറ്റീഷൻ ഉണ്ടാവും. അതല്ലാതെ കാഷ്വലി നിങ്ങൾക്ക് കോസ്പ്ലേ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രാവശ്യം വിന്നേഴ്സും പ്രൈസും ഒക്കെ ഉണ്ട്. സോ ക്യാഷ് പ്രൈസ് ഉണ്ട്, അത് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ റിഫർ കൂടെ വേണ്ടത് എനിക്ക് അലയണം. അല്ല, നമ്മൾ മറ്റേ ചെറിയ 500 രൂപ പരിപാടീസ് ഒന്നും അല്ല. അത്യാവശ്യം നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിന് ഉള്ള മാന്യമായിട്ടുള്ള ക്യാഷ് എമൗണ്ട് തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് നമ്മളെ ഇത് ഹെൽപ്പ് ചെയ്യുക. ഐ മീൻ ഹെൽപ്പ് ഇൻ ദ സെൻസ് പരിപാടിയിൽ പങ്കെടുക്കുക, താല്പര്യമുള്ള വരിക, ഇല്ലാത്തവർക്ക് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുക. നീ ഡീമൺ സ്ലെയർ ലോകത്ത് നീ പോവുകയാണ്. യു ആർ ഗോണ ഗെറ്റ് ട്രാപ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ ഡീമൺ. ഏത് ഡീമണിന്റെ മുമ്പിൽ നീ പെടും? അവന്റെ മനസ്സിൽ ഒരു ഡീമൺ, നമ്മുടെ തലയിലല്ല നമുക്ക് മനസ്സിലായി. ഞാൻ പോവില്ല, നമ്മളൊന്നും പറഞ്ഞില്ല. ഗ്യൂത്താരം ഉള്ളിടത്തോളം പക്ഷേ ഇങ്ങനെയാണ് മാറിയിരിക്കണമെങ്കിൽ സ്നിക്കർ റോള് വെട്ടിയെടുക്കുമെന്ന്. എനിക്ക് തോന്നുന്നു പെടാൻ പറ്റിയ ഡീമൺ എന്ന് പറയുന്ന മറ്റേ ഇൻഫിനിറ്റി കാസിൽ മൂവ് ചെയ്യുന്നതാണ്. അവർക്കാണെങ്കിൽ ഒട്ടും വയ്യ, എനീച്ച് മറ്റേ പോയി കഴിക്കാനൊന്നും വയ്യ, മറ്റേ കണ്ട എന്നൊക്കെ പറഞ്ഞ് സ്വാലി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഫ്രീ ആയിട്ട് താമസിക്കാൻ ക്യാസിൽ വേണമെങ്കിലും റെന്റ് ഫ്രീ. അതിനകത്ത് കാലിനിടക്ക് വെക്കാനല്ല എടുക്കുന്നത്, തിന്നാനാണ്. നല്ല ചോരെങ്കിലും സ്പെഷ്യൽ ആക്സസ് കാർഡ് ഒക്കെ എടാ നിന്നെ കൊണ്ട് തുടച്ചാനും പറ്റൂല, ഒരക്കാനൊന്നും പറ്റൂല. ശരി സാറേ, മൂസാന്റെ ഫ്രണ്ടിൽ പോകും. മൂസാന്റെ ഫ്രണ്ടിൽ നടന്നെത്തുമ്പോഴത്തേക്കും നമുക്ക് ഓടിപ്പോകാനുള്ള അവസരം കിട്ടും. നീ ആണെങ്കിൽ ആരുടെ ഫ്രണ്ടിൽ ട്രാപ്പ്? ഞാനോ? എന്നായാലും ചാവുന്നുള്ള കാര്യത്തിൽ ഉറപ്പാ. അപ്പം 6 മുമ്പിൽ പെട്ടാലും കണക്കാ. ഒറ്റയടിക്ക് തിന്നുന്ന 6 മുമ്പിൽ പെടുന്നുണ്ട്. അല്ലെ പിന്നെ ആശ്ര ലെവലിലുള്ള ആരോഗ്യം വേണം. നാച്ചുറൽ ലെവലാണെങ്കിൽ അവന്മാർ മറ്റേ വെച്ചിരുന്നേ പോലത്തുള്ളൂ. ഇതിനെക്കാട്ട് മറ്റേ നോർമൽ ആണെങ്കിൽ അവന്മാർ വയ്ക്കും ഈവനിങ് സ്നാക്ക് ബൈ. ആശ്രയൊക്കെ ആണെങ്കിൽ സീന ഈവൻ ഡീമണേ ആവുള്ളൂ. സത്യം. മുസാ നോക്കിട്ട് നിനക്കുള്ളിൽ ഒരു നല്ല ഞാനത് സെൻസ് ചെയ്തു, നീ ആളെ കൊള്ളാം. ബാക്കി എല്ലാ ടീമും പച്ചക്കും പാളിയും മറ്റേ കുക്കിങ്സും ഒക്കെ വിളിച്ചിട്ട് മറ്റേ ലിവർ ഫ്രൈ മറ്റേ ഹാനിബോൾ തിന്നുന്ന പോലെ വല്ല കാര്യത്തിൽ കുക്കറി ഷോ വിത്ത് സ്വാലി സെറ്റല്ലേ ആ വിഷയം. ഇന്ന് നമ്മൾ ഹാഷറേനെയാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഓടിപ്പിടിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി ഏഷ്യൻ മീറ്റ് കുടിക്കാൻ നിൽക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല, മനസ്സിലുണ്ടോ? ഫുള്ളി എക്സോട്ടിക് ആയിട്ടുള്ള ഒരു സ്പ്രെഡ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. എനിക്കണ്ട പോയി നമ്മളെ ദോമയില്ല, അവന്റെ ഫ്രണ്ടിൽ ചെന്ന് കേട്ടിട്ട് കാലടിച്ച് അണ്ണാ ടാക്ടിക്കൽസ് പറഞ്ഞു തരൂ പ്ലീസ്. ടെക്നിക്ക് പറഞ്ഞു ഞാനും ടീമാണ്. നമുക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് മുമ്പോട്ട് പോകാം. മോനെ ഋഷി വേണമായിരുന്നു. ഋഷിയുടെ മെയിൻ, അതെ ഋഷി കണ്ടിട്ടുള്ളതിൽ ഏറ്റവും
മറ്റേ സ്ട്രോങ് പോയിന്റ്സ് അറിയാം, ഫേവറേറ്റ് അത്. റസീമ ബോയ് വി മിസ് യു. ഋഷി ഉണ്ടായിരുന്നെങ്കിൽ തോന്നുന്നു വിളിക്കായിരുന്നു, അവൻ ഡ്യൂട്ടി കഴിഞ്ഞാൽ ഇനിയിപ്പോ പൊളിച്ചിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല. പോയിട്ട് കാര്യമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഡീമൺ സ്ലെയർ അനിയാ. പക്ഷെ ഏത് ആശ്രയുടെ അണ്ടറിൽ ട്രെയിൻ ചെയ്ത താല്പര്യം ഏത് ആശീർവാദ അണ്ടറിൽ തങ്കച്ചേട്ടൻ തങ്കം ചേട്ടൻ ഓടിച്ചിട്ടടിക്കും. തങ്കച്ചേട്ടൻ ഒരു ഉരുട്ടി എടുക്കുക. തങ്കം ചേട്ടൻ മറ്റേ കുഴപ്പമില്ല, ചേച്ചിമാര് പോകുന്നവരുണ്ടല്ലോ. നയനസുഖം മാത്രമേ അവരേനെ മറ്റേ കുഞ്ഞീസാ. മറ്റേ ചിക്കൻ കറി മണത്തുന്നു വരെ. ബാക്കിയുള്ളടത്ത് പോയ മണപ്പിക്കാൻ പോലും കൂട്ടിയിടും, ഇവിടെ മണപ്പിക്കാനെങ്കിലും ഉണ്ട്. എളുപ്പമല്ല എന്നിട്ടാണോ പിന്നെ പാമ്പിനെ വിട്ടിട്ട് ചന്തക്ക് എടുപ്പിക്കാൻ. ശരിയാണ്. സംസാരിച്ചെന്ന് പറഞ്ഞ ചെറുക്കനെ കൊല്ലാൻ പോയതാണ്. എനിക്കതിനെ കാണണ്ട മാറ. എണീച്ച് വെക്കുമ്പോ മറ്റേ ഇങ്ങനെ തലക്ക് ചുറ്റും മറ്റേ പാമ്പ് ദേഹത്തോടെ മറ്റേ പെരുമ്പാമ്പൊക്കെ മറ്റേ ഇങ്ങനെ എന്താ പുരുഷൻ ഞാൻ ഇനി വരൂല, ഞാൻ പൊക്കോളാം. ഇതിന് ഇത്ര വലിപ്പമില്ലായിരുന്നല്ലോ. ആയിരിക്കണം തോന്നുന്നു. നമ്മളൊന്നും പറഞ്ഞില്ല. പാമ്പിന്റെ അളവല്ലേ പറഞ്ഞോളൂ. പാമ്പ പല ദിവസം കാണും. ഞാനിപ്പോ മുതൽ ഏത്തപ്പഴം വരെ അത് പഴം, പാമ്പ്. വെറൈറ്റി വെറൈറ്റി. നീ ഏത് അടിയില് ട്രെയിൻ ചെയ്യും. അടിയിൽ പോയി ഇരിക്കുന്നല്ല, ട്രെയിൻ ചെയ്യുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ബെസ്റ്റ് ആരായിരിക്കും അറിയാമോ? സ്റ്റോൺ ആണെങ്കിൽ കുറച്ചുകൂടെ സ്നേഹം കാണും തോന്നുന്നു. ട്രെയിൻ ചെയ്യാൻ ആക്ച്വലി സ്റ്റോൺ ഹാഷർ അല്ല, ട്രെയിൻ ചെയ്യാൻ തങ്കം ചേട്ടനാണേലും സ്റ്റോൺ ഹാഷർ ആണേലും ട്രെയിനിങ് റേഞ്ച് ഭയങ്കര കിടിലായിരുന്നു. സെറ്റ് വെച്ച് പിന്നെ സനേമിയാണെങ്കിലും തൊക്കീറ്റോന്റെ ഷോർട്ട് ഫ്ലാഷിങ് കിടിലായിരുന്നു. ആരടുത്ത് പോയാലും ഞാൻ സനേമിന്റെ അടുത്ത് പോകില്ല. ആ സനാമി കൊല്ലും. സനേമി പറ്റി പറഞ്ഞിട്ട് 1000 മുഷപ്പെടുക്കാൻ പറ്റൂലേ, നീ വേണ്ട. നിന്നെ ഈ പരിപാടിക്ക് അവന്റെ അനിയനാണ് കിടില്ല. ഗണ്ണ് വെച്ച് ഇവൻ മറ്റേ വാങ്ങ വെച്ചിട്ട് അമേരിക്കൻ ഫ്രീഡം, അമേരിക്കൻ ബ്രീത്തിങ് സ്റ്റൈൽ, അമേരിക്കൻ ഷോട്ട് ഗൺ, ക്ലാസ് റൂം സ്റ്റൈൽ, അസാസിനേഷൻ ക്ലാസ് റൂമിൽ ഒരു അമേരിക്കൻ ക്ലാസ് റൂം. അമേരിക്കൻ ക്ലാസ് റൂം മറ്റേ മുനിയെ പോലെ നിന്നിട്ട് പരിപാടി. എനിക്ക് മിക്കവാറും ഈ വീഡിയോ വരുമ്പോഴേ ഫുള്ള് മറ്റേ ചിരി മാത്രമേ കാണുള്ളൂ. ഡയലോഗ് ഒന്നും കാണില്ല. ഡയലോഗ് നമ്മളെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ മെസ്സേജ് അയച്ചിട്ട് സമയം കിട്ടുമ്പോ വായിച്ചു ഇതായിട്ടിടാം, ഗിഫ്റ്റായിട്ട്. ഞാൻ ഗ്യോമെ സേഫർ ഓപ്ഷൻ ആണ്. സേഫർ ഓപ്ഷൻ എനിക്ക് തോന്നുന്നു ഗ്യോമെ. കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളി ടോർച്ചർ ചെയ്യുന്നില്ല. പുള്ളി സ്റ്റോയിക്ക. അതെ, നീ ബോധം കെട്ട് ഒഴുകി പൊക്കോട്ടെ, മരിച്ചോട്ടെ, വയ്യേ മാറി. തങ്കൻ ചേട്ടൻ അങ്ങനെയല്ല, തങ്കൻ റെങ്കോക്കു ഉണ്ടായിരുന്നെങ്കിൽ റെങ്കോക്കുന്റെ റെജീം അടിപൊളിയായിരുന്നു. അത്യാവശ്യം ലവ് ഹാഷറ പുള്ളിയുടെ കൂടെയാണല്ലോ കൂടുതലും ട്രെയിൻ ചെയ്തത്. എനിക്ക് തോന്നുന്നു റെങ്കോക്ക് ഭയങ്കരമായിട്ട് അണ്ടർ റേറ്റഡ് ആണ്. ബിക്കോസ് അക്കാസ കൊന്നത് കൊണ്ട് ആൾക്കാര് ഭയങ്കരമായിട്ട് അണ്ടർ റേറ്റ് ചെയ്തു. പക്ഷെ പറയാൻ കാര്യം എന്താന്ന് വെച്ചാല് അപ്പർ മൂൺ 3-നെ മാർക്ക് പോലും ഇല്ലാതെ പിടിച്ചു നിർത്തിയ മനുഷ്യനാ. സത്യം, മാർക്ക് പോലും ഇല്ല. അതും ശരീരം ഡിഫൈൽ ചെയ്ത് കൈ ഇരുന്ന് സ്വന്തം ബ്രീത്തിങ് സ്റ്റൈൽ വെച്ച് ആ കൈനെ പിടിച്ചു വെച്ചിരുന്നിട്ട് ആ കൈ വെട്ടിയിട്ടാണ് ആകാശം മുങ്ങുന്നത്. അത്രയും ലൈക്ക് ഐ തിങ്ക് ഈസ് ക്രിമിനലി അണ്ടർറേറ്റഡ് ടു ബി ഓണസ്റ്റ്. മാർക്കും കൂടെ അൺലീഷ് ചെയ്തെങ്കിൽ അല്ല, അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ചേക്കോ, ഓരോരുത്തർ ഓരോ റീസൺ പറയുമ്പോഴത്തേക്ക് അക്കാസ അമ്മ പറഞ്ഞു ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. അക്കാസല്ല, സോറി, രംഗോക്ക്.
അമ്മ പറഞ്ഞു, ഞാൻ ചെയ്തു. മറ്റോ മറന്നുപോയി. എനിക്കറിയാം മറ്റേ നവാസ്ത്രാണ് അതിനേക്കാളും പെടാം. പറ്റിയൊരു ചെറുക്കനെ കണ്ടുപിടിക്കണം. ഞാൻ വന്നത് വേറെ ഒന്നുമില്ല. മറ്റേ ഇവിടെ എനിക്ക് ലവാസ്റ്ററിന്റെ ഓർമ്മ ഒന്നും അറിയാമോ? മറ്റേ നറൂട്ടയിലെ മറ്റേ മിസുക്കാഗ ഇല്ലേ, എന്ത് പറഞ്ഞാലും കല്യാണം കൊന്നുകളയും. എന്റെ സൗന്ദര്യം പോകും ലാസ്റ്റ്. ഇപ്പഴാ അയ്യോ ഓർമ്മിപ്പിക്കല്ലേ, മറ്റേ ചീർത്ത ബലൂൺ പോലെ. We are all sad. We were all in our teenagers when we saw it. So എനിക്ക് അതിനോട് ഡിസാസ്റ്റർ. പറഞ്ഞിട്ടേ ഇല്ല. നമ്മുടെ ഹാഷിറ ഫേവറേറ്റ് ഡീമൺ. നീ മാങ്ക വായിച്ചിട്ടുണ്ടോ? അപ്പൊ പിന്നെ അറിയായിരിക്കുമല്ലോ, റീസണിങ്സ് അറിയായിരിക്കുമല്ലോ. വി ആർ നോട്ട് ഗോയിങ് ടു സ്പോയിൽ എനിത്തിങ് ഫോർ യു. പക്ഷേ ആ റീസൺ, നോബിൾ റീസൺ എനിക്ക് തോന്നിയത്, ടു ബി ഓണസ്റ്റ്, നോബിൾ എന്നുള്ള റീസൺ തോന്നിയത് എനിക്ക് അക്കാസയ്ക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ ആസ് എൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് റീഡിങ്ങിൽ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ, ടു ബി ഓണസ്റ്റ്, ഐ ഫൈൻഡ് കൊക്കുജിബോയിനാണ് എനിക്ക് കുറച്ചുകൂടെ, ഇൻ ദ സെൻസ് ഞാൻ ഒരാളുടെ നിഴലിൽ ജീവിക്കാൻ, ഈവൻ ഇഫ് ഇറ്റ് ടേക്സ് മൈ ഓൺ ഹ്യൂമാനിറ്റി, അതിനപ്പുറത്തേക്ക് ഞാൻ സഞ്ചരിക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു സ്കീമിലൂടെ പോയ. ഇത് കീപ്പ് ചെയ്യുന്ന ആളോ, എന്താ പറയാ, സീനിയോറിറ്റി അങ്ങനെ ഒരു ഇത് സെറ്റ് ചെയ്യും. അയ്യോ സ്പോയിലർ അല്ലാട്ടാണ് അത്. അപ്പം അതും കൂടെ മൂസാന്റെ ഷാഡോടെ ജീവിക്കണത്. ഷാഡല്ലോ, ഹീ ഈസ് മോർ ഓഫ് എ ഡീമൺ ദാൻ മീ എന്ന് ഇവൻ പറയുന്നുണ്ട്, മുസാൻ പറയുന്നുണ്ട്. പ്രോപ്പർ ഡീമൺ. ആ ഡ്രിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടം. കൊക്കുജിബോയിന്റെ അല്ലേ, പർപ്പിൾ ഇതും മൊട്ടിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യായിരുന്നു. കോസ്പ്ലേ പ്രോപ്പ് ഉണ്ടാക്കിയാലോ കോസ്പ്ലേ പ്രോപ്പിനെ കുറിച്ച് ഞങ്ങൾ കുറെ കാലമായി ആലോചിക്കുന്നു. സമയം, സന്ദർഭം, സാഹചര്യം, സാമ്പത്തികം, നമ്മൾ വെറും ഒരു പോഡ്കാസ്റ്റ് മാത്രമല്ല, നമുക്ക് എന്താ പറയാ, ഒരു മെർച്ചൻഡൈസ് അപ്പാരൽ സ്റ്റോർ ഉണ്ട്. അതെ, ലിങ്ക് താഴെ കൊടുത്തേക്കാം, വെള്ളല്ല എവിടെയെങ്കിലും shinigamistudios.com. അതെ, www.shinigamistudios.com. കയറൂ, വാങ്ങൂ, പൈസ തരൂ, ഞങ്ങൾ കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള വീഡിയോ കൊടുത്തരാം. ക്വാളിറ്റി മെർച്ചാണ്, നമ്മൾ ക്വാളിറ്റിയിൽ ഒരു കട്ട് ഡൗൺ ചെയ്യാറില്ല ഗൈസ്. അതെ, സോ അതെ മെർച്ചിന്റെ ക്വാളിറ്റിയിൽ ഞങ്ങൾ കോംപ്രമൈസ് ഒന്നും ചെയ്യുന്നില്ല. ഇനി അഥവാ നിങ്ങൾ ഇഫ് യു ആർ ഡിസാറ്റിസ്ഫൈഡ് ഡു കോളേജ്, ഞങ്ങൾ മൂന്നുപേരും തന്നെ ആയിരിക്കും കോളേജ്, ഞങ്ങൾ ആരും തന്നെ ആയിരിക്കും, കസ്റ്റമർ കെയറിൽ ആരും അല്ല. അതെ, ഒന്നുമില്ല, ഞാനും അവനും ആയിരിക്കും. ഇത് ഇന്റർനാഷണൽ ആണ്. ഇന്റർനാഷണൽ. ദുബായിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ പോയി ഇവൻ അടിക്കാം. എല്ലാരും കറക്റ്റായിട്ട് കാണും. സോ ഗൈസ്, അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ. നിന്റെ ഫേവറേറ്റ് ഡീമൺ ഹൂ ആൻഡ് വൈ? ധൂമ. പെണ്ണുടിയനാണ്. പെണ്ണുടിയെന്നല്ല, കാരണം ധൂമ എനിക്ക് ഇഷ്ടം പറഞ്ഞാൽ വിരല് സോസ് മുക്കി തിന്നാൻ അങ്ങനെ കൊണ്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് അപ്പോളജിറ്റിക്ക ധൂമ. ലൈക്ക് ഞാൻ മറ്റേ ഇതൊന്നുമില്ല, ബാക്കി എല്ലാവർക്കും ഒരു കഥയുണ്ടല്ലോ. എന്റെ അനിയത്തി ചാവാൻ കിടന്നപ്പോ ഞാൻ രക്ഷിച്ചു, ഇതെല്ലാം സ്പോയിലർ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് സ്പോയിലർ ചാവാൻ കിടന്നപ്പോ രക്ഷിച്ചു. ഇവന്റെ കാര്യം പറഞ്ഞ അങ്ങനെ ബാക്കി എല്ലാത്തിനും മറ്റേ കരഞ്ഞ് മെഴുവണ കഥയുണ്ട്. പക്ഷെ ധൂം അങ്ങനെയൊന്നുമല്ല. ഇവനെ നമ്മൾ മാറ്റി നിർത്തേണ്ട സമയം കഴിഞ്ഞു കേട്ടോ. അൺഅപ്പോളജറ്റിക് മറ്റേ ഇതൊന്നുമില്ല, ബാക്കി എല്ലാരും മറ്റേ എനിക്ക് ഇഷ്ടമായിരുന്നു. നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഡാർക്ക് ഫാക്ഷനെ ലീഡ് ചെയ്യാൻ ഇപ്പോഴാണെങ്കിൽ ഡോക്ടർ ഡൂമായിട്ട് തിരിച്ചു വന്ന സമയമാണ്. ലൈക്ക് വില്ലൻസ് ആർ മേക്കിംഗ് എ കംബാക്ക് ഗൈസ്. സോ നിന്നോട് കേട്ടത്തില്ല, ഇറക്കി കടക്ക് പുറത്തും ആസനത്തിൽ ഞാൻ പോകുമ്പോ അൺഅപ്പോളജറ്റിക്ക. മറ്റേ വേറെ കഥയൊന്നുമില്ല. എനിക്ക് ഇതാണ് ഇഷ്ടം, ഞാൻ അതുകൊണ്ട് ഡീമണായി. എനിക്ക് അല്ലേലേ ഞാൻ സുപ്പീരിയർ അല്ല, അതൊരു ഇതാണല്ലോ. ലൈക്ക് അങ്ങനെയുള്ളവരെ കാണുക എന്നുള്ളതും വളരെ റെയർ എന്നതിലുപരി അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. They don't just show it. അപ്പൊ ഇവൻ മറ്റേ ഡയറക്റ്റ് ആയിട്ട് പറയുന്നു, എനിക്ക് ഇഷ്ടമില്ല, ആൾക്കാരെ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ഡീമണായി. ബാക്കി എല്ലാവർക്കും മറ്റേ എന്താ കരഞ്ഞ് മെഴുവാനായിട്ട് കഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അങ്ങനെയൊന്നുമില്ല. സോ ഐ ലൈക്ക് ഇറ്റ്. താങ്കളുടെ ഫേവറേറ്റ് ഡീമൺ ഏതാ? നെസുക്കോ. ചെറിയ കുഞ്ഞാണ്. കളിപ്പാട്ടം പോലെ കൊണ്ട് നടക്കാൻ പറ്റുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ സെൽഫ് ഡിഫെൻസും ആണ്. നമ്മളെ ഉപദ്രവിക്കാൻ വന്ന ഒബ്ജക്ടിഫിക്കേഷൻ.
ഓ പിന്നെ അവളെ ചേട്ടൻ പിന്നെ ഒക്കത്ത് വെച്ചോണ്ടല്ലേ പോണേ. എടാ അവൻ പൂട്ടിയിട്ടുണ്ടല്ലേടാ കൊണ്ടുപോണത്. ഇല്ല ലൈറ്റ് അടിച്ചാൽ കഴിഞ്ഞു. ഇവന്റെ ഉദ്ദേശം നെസുക്കോനെ ചെറുതാക്കിയിട്ട് ബിയർ അടിച്ചു മാറ്റാണ്. നെസുക്കോ അച്ഛൻ എവിടെയും കാണാൻ. സോറി അവിടെ ആരും മതിപ്പിക്കാറില്ല. ഓ അത് നീ എന്തിരിക്കാറുണ്ടോ? അതല്ലേ ഞാൻ പറഞ്ഞത്. കുടുംബപരമായി ആരും ഞാൻ മാത്രമുള്ളത്. ആ ബ്ലഡ് ലൈനിൽ ഒരാളെങ്കിലും വേണല്ലോ. ആൽക്കഹോളിക് പിന്നെ അവളുടെ ബ്ലഡ് ആർട്ട് ഹീലിംഗ് സത്യം നമുക്കൊരു ആശുപത്രി തുടങ്ങാം. ആവശ്യമുള്ള ഈ കൂട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഹീലിംഗ് ആവശ്യമുള്ളത് സാറിനാണ്. കാരണം ഉള്ള ആക്സിഡൻസ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ 2 ആഴ്ച വിടുമ്പോഴത്തേക്ക് ആശുപത്രിക്ക് തിരുവനന്തപുരം നഗരത്തിൽ ഇവൻ വീഴാത്ത റോഡുകളില്ല, കാണാത്ത കുഴികളില്ല. ഇവിടെ NH-ന്റെ പണി നടക്കണം, അത് എളുപ്പമായിരിക്കും. വളർത്താനാണ് ആശുപത്രി ചെലവും കുറയ്ക്കാൻ വേണമെങ്കിൽ വേറെ സ്വന്തമായിട്ട് ഒരു ആശുപത്രി ഉണ്ടാക്കുകയും ചെയ്യാം. എല്ലാവരും ഹീൽ ചെയ്യാം. ബിസിനസ് മൈൻഡ്. മറ്റേ ഭയങ്കര ദീർഘവീക്ഷണമുള്ള ആളാണ്. അതെ അതെ അതെ. എന്ന് പറഞ്ഞ സുമ്മാവാ ഓടെ ശരിയുടെ നീ പറ. ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം പറഞ്ഞു. ആക്കാസ വെരി സ്റ്റാൻഡേർഡ് അല്ല, ഒരു പെർസ്പെക്റ്റീവ്. അക്കാസയുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി അറിയാവുന്നവർക്ക് ആക്കാസ ആണ്. അതെ. പിന്നെ പറഞ്ഞ പോലെ തന്നെ കൊക്കുഷിബോ മേക്ക് സെൻസ്. പുള്ളിക്കാരന്റെ ബ്രീത്തിങ് സ്റ്റൈലും ഷോട്ട് സ്റ്റൈലും പവർ നല്ലൊരു കിട്ടുന്ന ക്യാരക്ടറാണ്. നമ്മൾ കൊക്കുഷിബോയുടെ മറിച്ച് സമയം മെനസിങ്ങിന്റെ പ്രോപ്പർ മീനിങ് ആ ആനിമയിലേക്ക് ലൈക് ലുക്കിന്റെ കാര്യത്തിലാണെങ്കിലും അതെ, സ്ട്രെങ്ത്, അതെ, ഡീമൺ സ്റ്റൈൽ, ബ്രീത്തിങ് ഒക്കെ. പിന്നെ നമ്മൾ എല്ലാരും വെക്കുന്നത് സെനിറ്റ്സുവിനെ പറ്റി എന്താണ് അഭിപ്രായം? സെനിറ്റ്സുവിന്റെ ഗ്ലോ അപ്പ് ആണ്. ഗ്ലോ അപ്പ് എന്ന് പറയാൻ പറ്റില്ല. സെനിറ്റ്സുവിന്റെ മറ്റേ പേടിച്ച് അയ്യോ നല്ല വിളിച്ചപ്പോഴത്തേക്ക് ആശ മറ്റേ ഇനസൊക്കെ ചിരിക്കുവായിരുന്നു എന്നൊക്കെ പറഞ്ഞ് താഴെ പോകും. സെനിറ്റ്സ് മറ്റേ ടോപ്പ് സീരീസ് ആയിട്ട് ഏറ്റവും ആദ്യം നിലവിളിച്ച് ഓടണവനാണ്. പക്ഷെ ഇതില് അണ്ണ മുട്ട സീൻ ക്യാരക്ടർ ഗ്രോത്ത്. നെസുക്കോ ഇനി മറ്റേ കോങ്കറിങ് യുവർ ഓൺ ഡീമൺ സംഭവമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അണ്ണന്റെ ഒരു കിടില സാധനം ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. അത് സിനിമയായിട്ട് ഇറക്കുമ്പോൾ എത്രയൊക്കെ പോകുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് 2 സിനിമയും കൂടെ ആയിട്ട് എന്തോ ഇറക്കുമെന്ന് പറഞ്ഞു. 3 സിനിമയ്ക്കകത്തൊക്കെ നിൽക്കും. ഇത്രയും പേരുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ കാണിക്കാനാണ്. എല്ലാ സ്റ്റോറീസും ഇമ്പോർട്ടന്റ് ആണ്. അത് മറ്റേ കൊണ്ടുപോകുന്ന ക്യാരി ചെയ്യുന്ന രീതി. സെനിറ്റ്സുവിന്റെ ഫൈറ്റ് ആണ്, എല്ലാ ഫൈറ്റും അടിപൊളിയാണ്. ബട്ട് സെനിറ്റ്സു വേഴ്സസ് അവന്റെ കൂടെ എന്റെ മോനെ എന്തായാലും നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ചിലപ്പോൾ സ്ക്രീനിങ് ഒക്കെ നടത്തിയിരിക്കാം. അപ്പം അത് കമ്മ്യൂണിറ്റി വളരുന്നതിനനുസരിച്ച് നമുക്ക് അതിനുള്ള ഇനിഷ്യേറ്റീവ്സ് എടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ മീറ്റപ്പിന് വരുന്ന ആൾക്കാർക്ക് നമ്മളൊരു തിയേറ്റർ എക്സ്പീരിയൻസ് പോലെ സംഭവം സെറ്റപ്പ് ചെയ്യുന്നുണ്ട് ഐഡിയ. കാരണം മറ്റേ LED വോളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടാണ് ഇപ്പം നമ്മൾ ഡിസ്പ്ലേ സംഭവം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വരാൻ താല്പര്യമാണെങ്കിൽ നിങ്ങൾ പറയുന്ന അനിമേ നമ്മൾ സ്ക്രീൻ ചെയ്യാം. അതെ, ഒരു പോളിംഗ് പരിപാടി ഞങ്ങൾ യൂട്യൂബ് പേജിൽ ഇടുന്നത്. മൊണ്ടാജ് ആയിരിക്കും. നിങ്ങൾ പറഞ്ഞ പോലെ എന്തായാലും നമ്മൾ പൈസ മുടക്കി സാധനം ചെയ്യുന്നു, നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യും. സിമ്പിൾ ആസ് ഇറ്റ്. ബേസിക്കലി ഇറ്റ്സ് ഫോർ ദ കമ്മ്യൂണിറ്റി, ബൈ ദ കമ്മ്യൂണിറ്റി, ഫോർ ദ കമ്മ്യൂണിറ്റി. എന്നിട്ടാണല്ലോ സംഭവം സംഭവം അല്ല. നമ്മളിപ്പോ തിയേറ്ററിൽ പോകാനാണെങ്കിലും തലക്ക് ടിക്കറ്റ് എടുത്ത് കയറി തിയേറ്ററിൽ സിനിമ കണ്ടത് കണ്ടത്. നമുക്കിപ്പോ ഇഷ്ടമുള്ള അനിമ ഓൾറെഡി സ്ക്രീൻ ചെയ്യാം. വേറെ ആരും അറിയണമെന്ന് ചോദിച്ചാൽ അതെ, വളരെ ഡിസ്ക്രീറ്റ് പരിപാടി. ഹൈസ്കൂളിൽ വേണ്ടി ഇടൂല. നമ്മളെങ്കിലും മറ്റേ മെയിൻ സ്ട്രീം സംഭവങ്ങൾ മുഴയഞ്ചിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് നമ്മള് ഇത് ഫയർഫോഴ്സിന്റെ ചില പ്രസിദ്ധ ഭാഗങ്ങൾ മാത്രം വേണമെങ്കിൽ തൽക്കാലം ഫയർഫോഴ്സ് അഡ്ജസ്റ്റ് ചെയ്തു. എന്റെ ഫയർ അടക്കാൻ പറ്റില്ല. ഇല്ലല്ലോ, നമുക്ക് ബെനിമാര് മാത്രമേ. ശരി ശരി, നീ ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ബെനിമാര് ഉദ്ദേശിച്ചു. അയ്യേ മോശം, കശ്മലന്മാര് വലിയ ശല്യമാണ്. അപ്പൊ നമ്മള് ലാസ്റ്റ് സീസണിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മറ്റേ ഉബയാഷിക്കിയുടെ ആ സീൻ, ഡിമൈസ് ഓഫ് ഉബയാഷിക്കി, ആ എക്സ്പ്ലോഷന്റെ ഡീറ്റെയിൽ അല്ലായിരുന്നു എന്റെ മോനെ. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ഔട്ട്. അതെ, നെറ്റ്ഫ്ലിക്സ് ഉള്ളവരാണെങ്കിൽ മറ്റേ റെസൊല്യൂഷൻ കൂട്ടിയിട്ടിട്ട് ഒന്ന് കണ്ടു നോക്കുക.
കുറവാണ്. കുറയില്ല അല്ല അല്ല, അതിന് കാശില്ല. അല്ല 480p അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ 4K തന്നെ കാണാം. അല്ലെങ്കിൽ ഒന്നുമില്ല മറ്റേ ടെലിഗ്രാമിൽ 4K എപ്പിസോഡ് ഡൗൺലോഡ് 50 റുപ്പീസ് 4 പേരായിട്ട് 150 രൂപ വെച്ച് ഇടുക. അതിന്റെ ഒന്നും ആവശ്യമില്ല. ടെലിഗ്രാം എടുത്താൽ മതി. എന്തിനാ അത്ര കഷ്ടപ്പെടുന്നു? കുറച്ച് ഡേറ്റ കളഞ്ഞാൽ പോരെ. അതാ ടെലിഗ്രാം ഉപയോഗിക്കൂ. യെസ്, ലൈഫ് ജിങ്കാല ഡീറ്റെയിലിംഗ് അടിപൊളിയായിരുന്നു. നമ്മൾ എന്തായാലും അത് പക്ഷെ ആ ഒരു കാര്യത്തിൽ മൂസ ഭയങ്കരമായിട്ട് ഇതാണ്. പ്രോത്സാഹനപ്പെടുത്തുന്നില്ല. സൈബർ സെൽ ഞങ്ങൾ ക്ഷമിക്കണം. ആ പൈറസി ചെയ്യരുത്, അതെ 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 നമ്മളതിനെതിരാണ്. അതെ, എനിക്ക് ഡെഡ്പൂൾ ഓർമ്മ വരുന്നു. ഫോർത്ത് വാൾ ബ്രേക്കാണ് നമ്മുടെ മെയിൻ. നമുക്ക് ബ്രേക്കിങ്ങേ ഉള്ളൂ. അതുപോലെ തന്നെ വളരെ മാന്യതയുള്ള വില്ലനാ കേട്ടോ. കൊല്ലാൻ ചെന്നാണ്ട് വാക്കുകളും ഡയലോഗുകളും ഒക്കെ കേട്ടിട്ട് എല്ലാം കേട്ടിട്ടാ കൊന്നേ. ഞാനൊക്കെ ഞാൻ കണ്ടില്ല ചുമ്മാ. നീ ഫൈനൽ എപ്പിസോഡ് കണ്ടില്ലേ? ഏതിന്റെ? ഉപയാശിക്ക് പൊട്ടിത്തെറിച്ചത്. അത് ഡെഡ്പൂളിനെ പോയി കൊന്നളെ ഞാൻ കണ്ടില്ല. നമുക്ക് പോവാം. അന്ന് നമുക്ക് ഒരുമിച്ചാ. നേരത്തെ ഇഞ്ചറിയാണ്. നേരത്തെ പറഞ്ഞത് ശരിയാണ്, ഫുൾ ഇഞ്ചറിയാണ്. പെട്ടെന്ന് വിളിക്കുന്നത് ആറാട്ടുണ്ടെന്ന് അമ്മ ചൂലും കൊണ്ട് വന്നിട്ടായിരിക്കാം. എന്റെ ദൈവമേ. അയ്യോ. അതുപോലെ തന്നെ വളരെ മാന്യതയുള്ള വില്ലനാ. മറ്റേ കൊല്ലാൻ പോകുന്ന ഉപയാശിക്ക് പറയുന്നതൊക്കെ കേട്ട് പിള്ളേര് പുറത്ത് നിന്ന് കളിച്ചോണ്ടിരിക്കുന്ന അവരെ ചീത്തയൊന്നും പറയുന്നില്ല. പുള്ളി മാന്യമായിട്ട് ഇന്ന് കഥയൊക്കെ പറയുന്നു. പാതിരാത്രി പിള്ളേർ നമ്മുടെ അമ്മയാണ് വീട്ടിൽ കയറാൻ. നിന്റെ അമ്മ അങ്ങനെ പറയൂല. ചിലപ്പോ നീ പറഞ്ഞത് ഞാൻ നീ പറയും 6 മണിക്ക് എവിടാ പോണം പറയും. സ്റ്റഡി മെറ്റീരിയൽ അച്ഛാ ഞാനും കുറെ ഉണ്ടാക്കിയത്. ഇത് കണ്ട എന്റെ 3-4 സ്റ്റഡി മെറ്റീരിയലാണെന്നൊക്കെ. ആ സമയം 10 TB ടവറൊക്കെ ആയിരിക്കും. പണ്ടിത് ഫുള്ള് സ്റ്റഡി മെറ്റീരിയലായിരുന്നു. അയ്യോ ഇപ്പൊ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ വീഡിയോ. സത്യം കാര്യ. ഇത് 10 പേർക്ക് ഷെയർ ചെയ്യും. ഐശ്വര്യം ഞാൻ പലപ്പോഴും ആലോചിക്കട്ടെ, നീ ഷെയർ ചെയ്യാത്തിട്ടാണ് ഈ കഷ്ടകാലം വന്നത്. ചില സമയത്ത് ഞാൻ ആലോചിക്കും ഫുള്ള് മറ്റേ തെറ്റിയിരിക്കുമ്പോ ഞാൻ വിചാരിക്കും ഇതൊക്കെ ഷെയർ ചെയ്യുന്നെങ്കിൽ ചിലപ്പോ നന്നായി പോയത്. ഷെയർ ചെയ്തു. എല്ലാം ദൈവവിശ്വാസികളായിരുന്നു. ഡീമൺ സ്ലെയർ വിട്ടിട്ട് കോമഡി മാത്രമേ ഉള്ളൂ. ഡീമൺ സ്ലെയറിലേക്ക് വരും. സ്ലെയറിലോട്ട് തിരിച്ചു വരികയാണ്. നമ്മൾ ഡീമൺ സ്ലെയറിലോട്ട് തിരിച്ചു വരികയാണ്. സോ ഡീമൺ സ്ലെയർ വളരെ നല്ലൊരു ഇത് വളരെ നല്ലൊരു ഇതാണ്. പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഫേവറേറ്റ് കത്താന പറഞ്ഞ കോക്കുശിയുടെ ഒന്ന് കാണും. പിന്നെ അങ്ങേറെ യൊറീച്ചിയുടെ കത്താന അത് കിട്ടില്ല, റെഡ് ബ്ലേഡ്. പിന്നെ സ്കാബാർഡ് ഭയങ്കര രസം. മറ്റേ പുള്ളിയുടെ കത്താന കൊറിയോഗ്രഫിയും ഭയങ്കര രസം. ലൈക്ക് വളരെ രസത്തിലാണ് ചെയ്തേക്കുന്നത്. ലൈക്ക് ഗ്യോതാരോ വേഴ്സസ് തെങ്കൻ ആ ഫൈറ്റ് ഭയങ്കര അടിപൊളിയായിരുന്നെങ്കിലും യു ഡോണ്ട് ഗെറ്റ് ടു സീ ദി ആക്ഷൻ ദാറ്റ് മച്ച്. കത്താന കാണാൻ, അത് കത്താനല്ലോ, അത് ബ്ലേഡ് മറ്റേ വേറൊരു രീതിയിലുള്ള ബ്ലേഡ് അല്ലേ അത്. ബേസിക്കലി അതല്ല കൊണ്ടുവരുന്നത് ആരാ? ജിമ്മൻ എലികളാ കൊണ്ടുവരുന്നത്. അതെങ്ങനെ അത് എവിടെ നിന്ന് കൊണ്ടുവരുന്നത് എനിക്ക് ഇതിന് മനസ്സിലായിട്ടില്ല കേട്ടോ. ഏതോ ആറ്റിക് എന്തോ അല്ലേ എടുത്തോണ്ട് വരുന്നത്. ആറ്റിക്കിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇനോസുക്കയുടെ വാളല്ലേ എടുത്തോണ്ട് വരുന്നേ. ഉസൂയിയുടെ വാളാണ് മറ്റേ ജിമ്മൻ എലികൾ. അല്ല, ഇനോസുക്കയുടെ കത്താനാസ് ആണ് എടുത്തു കൊടുക്കുന്നത്. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഇനോസുക്കയുടെ മറ്റേ അയൺ മാസ്റ്ററിനോട് ഭയങ്കര സാധാരണ. എന്തോ വേറെന്തോ സ്ലെയർ ആളെയും കണ്ടത്. കുഴപ്പമില്ല, സൈറ്റ് മാറിപ്പോയി. 3x ഇൻവോൾവ് ചെയ്യുന്ന ഒരു സൈറ്റിൽ കണ്ടത് അത്. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ സിനിമയൊക്കെ ഉണ്ടെന്നാലും കുഴപ്പമില്ല. അതെല്ലാവർക്കും മനസ്സിലാക്കാണ് ഏത് സൈറ്റാന്നുള്ളത്. കണ്ണാടി തൽക്കാലത്തേക്ക് കണ്ണാടി വെക്കാം. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഇനോസുക്കയുടെ മറ്റേ അയൺ മാസ്റ്ററിനോട് വളരെയധികം സാധാരണ. പുള്ളി മറ്റേ ഉരുക്കിയൊക്കെ കത്തിയിട്ട് വരും.
എനിക്ക് പല്ലുണ്ടെങ്കിലും വാൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് നമ്മുടെ ഈ ഫൈറ്റ് സീൻസിന്റെ കാര്യം പറയുമ്പോഴേ ഈ മറ്റേ ഭയങ്കര ഫ്ലാഷി അനിമേഷൻ സാധനം ട്രെൻഡ് ആയതുകൊണ്ട് മാത്രമാണോ പിടിച്ചു നിൽക്കുന്നത്, അല്ലാതെ നമ്മുടെ ഈ ഫൈറ്റ് കൊറിയോഗ്രാഫി തുടങ്ങി വെച്ചത് ഇവരാന്ന് എനിക്ക് തോന്നുന്നത്, ഈ ഫ്ലാഷി. അതുകൊണ്ടാണ് ഒരു പണ്ട് ഇതേപോലെ ഫൈറ്റ്സ് ഉണ്ടായിരുന്നു, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പ്രോപ്പർലി കൊറിയോഗ്രാഫ്ഡ് ഫൈറ്റ് സീൻസ് ഉണ്ട്. ബെസ്റ്റ് എക്സാമ്പിൾ പറയാം ഞാൻ. 1 Piece ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ പെറോണയുടെ ഒരു സീനുണ്ട്, മറ്റേ നെഗറ്റീവ് ഹോളോ. ഒരു ഇത്ര നാളെ നമ്മൾ കണ്ടെന്ന് ചുമ്മാ ഗോസ്റ്റ് കയറി പോണതാണ്. പക്ഷെ ഇപ്രാവശ്യത്തെ എപ്പിസോഡിൽ അങ്ങനെയല്ല, അവന്മാർ മറ്റേ നെക്സ്റ്റ് ലെവൽ സാധനം എന്നുള്ള രീതിയിലാണ് അത് വെച്ചേക്കുന്നത്. അപ്പൊ കാലം മാറുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി എല്ലാം ചെറിയ അറ്റാക്ക് ആണെങ്കിലും അതിന്റെ ഒരു പ്രസന്റേഷൻ സ്റ്റൈല് മാറി. കുറച്ച് ഫ്ലാഷ് ആക്കി വെച്ചാൽ മതി. ഇപ്പോൾ ഗിയർ 4 വാനോല് വന്നിട്ട് ലൂഫി ഗിയർ 4 മാറിയപ്പോ എങ്ങനെയായിരുന്നു? സെറ്റായിരുന്നു. അത് നല്ലൊരു അല്ല, അത് ആ അനിമേഷൻ സ്റ്റൈലിനൊക്കെ ഇല്ലേ കുറെ കൊറിയോഗ്രഫി എലമെന്റ് ഉണ്ട്. ഈ നമ്മുടെ ഈ ഡീമൺ സ്ലെയർ ജെജയ്ക്ക് ഇതാണിപ്പം മറ്റേ ട്രെൻഡി സാധനം പിടിച്ചിട്ട് പിക്കേറി പോണത്. ഇതിന്റെ ഒരു സ്റ്റൈൽ ഓഫ് അനിമേഷൻ ഉണ്ടല്ലോ, ഇമ്പാക്ട് ഫ്രെയിംസ്, മറ്റേ കട്ട് ചെയ്ത് ഭയങ്കര ഫ്ലാഷി ആയിട്ടുള്ള കട്ട്സും മൂവ്മെന്റ്സും മാത്രം. അവിടെ നമുക്ക് കൊറിയോഗ്രഫി ആക്ഷൻ ഒന്നും പ്രത്യേകിച്ച് കാണാൻ പറ്റില്ല. പക്ഷെ ഇതിൽ കൊറിയോഗ്രഫി തീരെ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഡീമൺ സ്ലെയറിലുണ്ട്. നമുക്ക് ഇപ്പം നമ്മുടെ ഇതില്ലേ കൈജു നമ്പർ 8 ആണെങ്കിലും നമ്മുടെ മറ്റേ ഇതുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ആ കട്ട്സ് കൊറിയോഗ്രാഫ്ഡ് കട്ട്സ് ആണ്. അല്ലല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞ ഈ ആക്ഷൻ സീക്വൻസസിന്റെ ഫ്ലോ നമ്മുടെ ഇതുണ്ടല്ലോ ഈ ഇടയ്ക്ക് ഹെൽസ് പാരഡൈസ് അല്ല, മറ്റേ മാസ്ക് വെച്ചിട്ട് നിഞ്ച കാമുയിയുടെ ഫസ്റ്റ് 2 എപ്പിസോഡിലുള്ള ആക്ഷൻ സീക്വൻസസ് ഇല്ലേ, അതിന്റെ ഒരു സെൻസ് ഓഫ് ആ കൊറിയോഗ്രഫി ഇല്ലേ, അതിന്റെ ക്വാളിറ്റി, ആക്ഷൻ, ആ മൂവ്മെന്റിന്റെ ക്വാളിറ്റിയും ഈ ഭയങ്കര ഫ്ലാഷി ആയിട്ടുള്ള ഫൈറ്റിംഗ് സ്റ്റൈലില് രണ്ട് തട്ടിലിരിക്കുന്നത്. എത്രത്തോളം സെൻസിബിൾ ആണ് ആ സംഭവം, അല്ലെങ്കിൽ എത്രത്തോളം ടൈംലെസ് ആണ് സാധനം. കാരണം കുറച്ച് നാൾ കഴിഞ്ഞ് വെൻ യു ലുക്ക് ബാക്ക് ഏതായിരിക്കും നിലനിൽക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു എപ്പോഴും സ്റ്റോറീസ് ആണ് ഇത് തന്നെ. ഈ ഫ്ലാഷ് സ്റ്റൈൽ എന്നുള്ളത് ഇപ്പോഴത്തെ ജനറേഷന് ഓക്കെയാണ്. ചിലപ്പോ അടുത്ത ഇത് വരുമ്പോ ഫൈറ്റ് എന്ന് പറഞ്ഞ സാധനം പണ്ടേ ഉണ്ട്. ഡ്രാഗൺ ബോൾ ഇതൊരു സൗണ്ട് മാത്രമേ ഉള്ളൂ എന്നേ ഉള്ളൂ. അന്നും ഫൈറ്റ് ഉണ്ട്. ഞാൻ ഫൈറ്റിന്റെ കൊറിയോഗ്രാഫി അല്ലെങ്കിൽ ക്വാളിറ്റി ഓക്കെ, അതായത് ആൾക്കാർക്ക് അത് വിഷ്വലിയും കൂടെ പ്ലീസിങ് ആയിരിക്കണമല്ലോ. ട്രൂ, ഇല്ല വിഷ്വലി പ്ലീസിങ് ആയിരിക്കണം. മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ വിഷ്വലി പ്ലീസിങ് ആയിരിക്കണം, വിച്ച് ഇസ് ട്രൂ. ഐ അഗ്രി ടു ദാറ്റ്. ആ ഫ്ലാഷിനെസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, അത് ഫീഡ് ഔട്ട് ആവാനുള്ള നല്ല ചാൻസ് ഇല്ലേ? അത് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് മോഡിഫൈഡ് വേർഷൻ ജനറേഷൻ വരുമ്പോ അവര് പറയും ഇത് ഓവർ ദ ടോപ്പ് ആണ്, ക്രിഞ്ചാണ്, ആ ഒരു രീതിക്ക് മാറിക്കൊണ്ട്. DBZ തന്നെ എടുത്താൽ മതി. ഇപ്പം എല്ലാവരും പറയുന്നത് അങ്ങനെയല്ലേ, DBZ ഇസ് നോട്ട് എ ഗുഡ് സ്റ്റോറി, ഫൈറ്റ് മാത്രമേ ഉള്ളൂ എന്ന് മാത്രം പറയുന്ന. അപ്പൊ ഒരു ജനറേഷന് വർക്ക് ചെയ്ത സാധനം അപ്പുറത്തെ ജനറേഷന് വർക്ക് ചെയ്യണമെന്നില്ല. കാലഘട്ടം മാറും. പിന്നെ പക്ഷെ എൻഡ്യൂർ ചെയ്യുന്നത് സ്റ്റോറിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആനിമയെ റെലവൻസ് പോയിന്റിൽ കീപ്പ് ചെയ്യുന്നത് സ്റ്റോറിയാണ്. സ്റ്റോറി ഇല്ല, അനിമേഷൻ സ്റ്റൈലിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ അനിമേഷൻ സ്റ്റൈലിൽ ഇനി നല്ല സിഗ്നിഫിക്കൻസ് വരും. മാങ്ക വായിച്ചിട്ടുള്ളവർക്ക് ഡീമൺ സ്ലെയറിന് എന്താണ് സ്റ്റോറി? ഡീമൺ സ്ലെയർ സ്റ്റോറി ടെല്ലിംഗ് ഉള്ള ഒരു മെത്തേഡ് ഉള്ളതുകൊണ്ട് മാത്രമല്ലേ ഡീമൺ സ്ലെയർ പോകുന്നത്. വളരെ വളരെ ആവറേജ് ആയ ഒരു സ്റ്റോറി ലൈനാണ്. വളരെ ആവറേജ്, വെരി ആവറേജ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. സ്ഥിരം ഷോണൻ ലൈനിനെ തന്നെയാണ് പിടിക്കുന്നത്. അതെ മറ്റേ കൊല്ലുന്ന വില്ലന് വേണ്ടി സാധിപ്പിക്കുന്ന നായകൻ സ്റ്റോറി ഒന്നും പറയാൻ പറ്റില്ല. കുറച്ചും കൂടെ സാഡ് ആണെന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അത്രയ്ക്ക് വലിയ എന്താ പറയാ, അതിൽ അവിടെയാണ് മ്യൂസിക്കിന്റെയും സൗണ്ട് ഡിസൈനിന്റെ എല്ലാത്തിന്റെയും ഇൻപുട്ട് വരുന്നത്. വിഷ്വലി പ്രസന്റഡ് ആണ്, ഓക്കെ. കുറച്ച് മറ്റേ എല്ലാം കണ്ടിട്ട് മറ്റേ നെസുകയെ രക്ഷിക്കാൻ വേണ്ടി മറ്റേ ഹെഡ് ബട്ട് ചെയ്യുന്നതിലേക്ക് അവർ മറ്റേ ഇമോഷൻ ചെയ്തൊക്കെ അതായത് നമുക്കൊരു ഫസ്റ്റ് എപ്പിസോഡിൽ നമുക്കൊരു സങ്കടം തോന്നും. അതെന്തുകൊണ്ടാണ്? ആ വിഷ്വല്, ആ മ്യൂസിക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ്. അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് നോക്കി നോക്ക്. ചെന്ന് ഒരു ടക്കെന്നൊരു സാധനം മാത്രമേ ഉള്ളൂ, എന്ത് പൊട്ടത്തനോണി പൊട്ടം കാണിക്കണേന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് ഇമോഷൻസ് അങ്ങോട്ട് കണക്ട് ആവാൻ വേണ്ടി ആനിമേ. അപ്പോൾ അവിടെയാണ് അത് ചെയ്തത്. സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ള ഒരു മെത്തേഡിൽ അവർ ഈ എലമെന്റ്സ് എല്ലാം കൂടെ കൊണ്ടുവന്നു. അപ്പോൾ ഇറ്റ് ബിക്കേം വൺ ഓഫ് ദ ബെസ്റ്റ് ആനിമേസ്. It changed the overall impact of anime on the world.
മോസ്റ്റ് വാച്ച്ഡ് ആനിമെ എനിക്ക് തോന്നുന്നു എന്തായാലും ഡീമൺ സ്ലെയർ ആയിരിക്കണം. JJK ടോപ്പ് ചെയ്ത് ഡീമൺ സ്ലെയർ തന്നെയായിരിക്കും. പിന്നെ സിമ്പിൾ സ്റ്റോറി ലൈൻ അല്ലേ, ആൾക്കാർക്ക് ഇറ്റ്സ് ഈസിയർ ഫോർ ദാറ്റ് ഫോളോ ചെയ്യാൻ പറ്റും. റിലേറ്റ് ചെയ്ത് ഒരു അതിനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്ക് പോലും കണ്ടു തുടങ്ങാൻ പറ്റും. ഞാനും പലർക്കും റെക്കമെൻഡ് ചെയ്യുന്നത് ഡീമൺ സ്ലെയർ തന്നെയാണ്. നിങ്ങൾ ആനിമ കാണണം, ശരി ഡീമൺ സ്ലെയർ ഉണ്ട്. ഡീമൺ സ്ലെയർ ഇസ് എ വെരി ഗുഡ് സ്റ്റാർട്ട്. അതെ ഇപ്പോഴത്തെ അതെ ന്യൂജൻ ആനിമേഷനിൽ എല്ലാവരും ഹുക്ക് ഡൗൺ ആക്കാം, ആനിമയിൽ ഹുക്ക് ഡൗൺ ആക്കാൻ ബെസ്റ്റാ. അറ്റാക്ക് ഓൺ ടൈറ്റൻ കണ്ടു തുടങ്ങുന്നവരുണ്ട്. ബട്ട് ഐ വോണ്ട് സജസ്റ്റ് സ്റ്റാർട്ടിങ് ഓൺ അറ്റാക്ക് ഓൺ ടൈറ്റൻ. ഇല്ല, ഞാൻ പറയില്ല. നമുക്ക് എലമെന്റ് ഓഫ് സർപ്രൈസ് കുറച്ച് വരണം. അപ്പൊ ആദ്യം ഡീമൺ സ്ലെയർ അതിലാകുമ്പോൾ ഒരു ഹൈപ്പ് ഇങ്ങനെ ബിൽഡ് ചെയ്താണ് സീസണിൽ പോകുന്നത്. മനസ്സിലാവും കുറെ കൂടെ അനിമ ഇൻ ഇറ്റ്സ് എസെൻസ് മനസ്സിലാവും ഡീമൺ സ്ലെയർ ആവുമ്പോ. മറ്റേതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എന്റെ അമ്മേ ഒന്നും പറയണ്ട. JJK ആണെങ്കിലും സെയിം സാധനമാണ്. നമുക്ക് ആ ഒരു ബ്ലോക്സിൽ ബിൽഡ് ചെയ്യണ ഒരു ഫീലിംഗ് ഉണ്ടാവും. പക്ഷെ JJK ഞാൻ പറയാത്തതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തീരും. അത് സ്റ്റാർട്ട് ചെയ്യാനല്ലേ, കുഴപ്പമില്ലല്ലോ. അതല്ല, അവർക്ക് എന്താണ് കണ്ടിന്യൂറ്റി ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ ഡീമൺ സ്ലെയർ റെക്കമെൻഡ് ചെയ്യേണ്ടതിൻ്റെ മെയിൻ റീസൺസ് ബിക്കോസ് ഇത് വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് മറ്റേ മുട്ടി നിൽക്കുകയായിരിക്കും. അടുത്തുള്ളത് അറിയണം. മാങ്ക ഞാൻ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അറിയണോ മാങ്ക വായില് കുറച്ചല്ലേ ഉള്ളൂ. മാങ്ക കയറി മാങ്ക വായിച്ച് അപ്പോൾ ഒരേ സമയത്ത് ആനിമയും മാങ്കയിലോട്ടുള്ളൊരു ഇൻട്രൊഡക്ഷനായി. എന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങളിലോട്ട് വരുമ്പോഴും നൈസായിട്ട് മാങ്കയുടെ ഇൻട്രൊഡക്ഷൻ കൂടെ അങ്ങ് കൊടുക്കും. വളരെ നല്ലൊരു ഐഡിയ ആണോ. വീബ് എന്താ പറയുക, ടെക്നിക്കാലിറ്റി, വീബ് അംബാസിഡർ. അംബാസിഡർ അല്ല, വീബ് മെന്റോർ. ഇങ്ങനെ നമുക്ക് വീപ്സിനുണ്ടാകും. അത് വേറെയാ. Okay guys, so we are gonna wind up the session. This episode. Yeah, it's been a fun episode. ചിലപ്പോൾ നിങ്ങൾക്ക് ചിരി മാത്രമേ ഫസ്റ്റ് കുറച്ച് ഒരു 15-20 മിനിറ്റിൽ ചിരി മാത്രമേ കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ടോപ്പിക് കുറവാന്ന് എനിക്ക് തോന്നുന്നേ. അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഡീമൺ സ്ലെയർ നമുക്ക് പ്രത്യേകിച്ച് ഡിസ്കസ് കൂടുതലൊന്നും പറയാനില്ല. ഹാഷിറാസിനെ കുറിച്ചും പിന്നെ അതുപോലെ തന്നെ കാരണം ക്യാരക്ടേഴ്സിന് പൊതുവെ വലിയ ഡെപ്തും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ. ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്ന് നിർബന്ധം ഉണ്ടാച്ചാൽ കമന്റ് ചെയ്യുക. അതെ, ഞങ്ങള് പ്രോപ്പർലി പോയിന്റ്സും കാര്യങ്ങളും ഒക്കെ വെച്ച് ക്യാരക്ടർ അനാലിസിസും അതുപോലെ തന്നെ പ്ലോട്ട് അനാലിസിസും ഒക്കെ ചെയ്തൊരു വീഡിയോ നമുക്ക് ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കീറി മുറിക്കാൻ ഇയാളിപ്പോ അങ്ങോട്ട് പോവല്ലേ. ഇത് മൊത്തം ഞങ്ങൾ ഇയാളിപ്പോ മറ്റേ ഡയലോഗ് അടിക്കാനായിട്ട് നാളെ തൊട്ടും ചെയ്യും. നിങ്ങളുടെ ഡിമാൻഡാണ് നമ്മുടെ. അല്ല, അത് വേറെ നിങ്ങൾ ലൈക്ക് ഇഫ് യു വാണ്ട് ടു വി കൻ ഡു ദാറ്റ്. പക്ഷേ ലൈക്ക് വാട്ട് വി ആർ സേയിങ് ഇസ് നമ്മളിപ്പം ഡീമൺ സ്ലെയർ സ്പെസിഫിക്കലി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ക്യാരക്ടേഴ്സും വരെ സർഫസ് ലെവലാണ്. നമുക്ക് ഈ മറ്റേ ഇൻഗ്രോണ് ട്രോമാസ് അല്ലെങ്കിൽ ഡെപ്ത് ഉണ്ട്. മെയിൻ ക്യാരക്ടറിനെ പറ്റി 2 വാക്ക് പറഞ്ഞിട്ട് നിർത്താൻ തോന്നുന്നു. യൂജിയോട് പറഞ്ഞ പറ്റിയാണ് എനിക്ക് നാഞ്ചിറെ പറ്റിയും പറയാനുള്ളത്. അവൻ എനിക്ക് മെയിൻ ക്യാരക്ടർ ആയിട്ടൊന്നും തോന്നണില്ല. അതിന് മെയിൻ ക്യാരക്ടേഴ്സ് ഇല്ല ടു ബി ഫെയർ ഡീമൺ സ്ലെയറിലെ. നമുക്ക് താഞ്ചിറോടെ സ്റ്റോറി ഇത് സ്പ്രിങ് ഓഫ് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ഒരു മെയിൻ ക്യാരക്ടർ ആയിട്ട് മാങ്ക ഒരു എൻഡിങ് ആകുമ്പോഴത്തേക്കാണ് ഒരു അയൺമാൻ ഡോക്ടർ ഡൂം വൈബ് ആണ്. അതെ 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 സ്പോയിലർ ഇല്ലാതെ ഉള്ളൊരു സ്പോയിലറാണ്. അതെ, ചീത്ത വിളിക്കില്ല, തള്ളക്കി വിളിക്കില്ല. പിന്നെ സിഗ്നിഫിക്കന്റ് ആണെന്നല്ല, പ്ലോട്ട് ആർമർ ഉണ്ട്. പ്ലോട്ട് ആർമർ നായകനായതുകൊണ്ടുള്ളതുണ്ട്. എല്ലാ ട്രെയിനിങ്ങിലും മൂട്ടി കേൾക്കുന്നു. ഏത് ഹാഷറയുടെ ട്രെയിനിങ്ങിന് പോയാലും ബാക്കി എല്ലാവരും ചത്ത് നിൽക്കുമ്പോ എല്ലാരും ഹൈ നല്ല രഥം, ഹൈ നല്ല രഥം എന്ന് പറഞ്ഞ് നിൽക്കുന്ന. പിന്നെ കൈൻഡ്നെസ്, സ്ട്രെങ്ത്, പെർസെവിയറൻസ് ആ സാധനമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും വലിയ പിന്നെ വെറൈറ്റി എനിക്ക് തോന്നിയിട്ടുള്ള വേറെ ഒരു ഹീറോയ്ക്ക് ഇല്ല. സാധാരണ മറ്റേ ഐസൈറ്റ് നല്ല ഹീറോ ഉണ്ട്, ഹിയറിംഗ് നല്ലതായിട്ടുള്ള ഹീറോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആളിയെല്ലാം മണത്ത് കണ്ടുപിടിക്കും. ഇവിടെയാണ് കഴിഞ്ഞ ജന്മത്തിലൊരു പാട്ടിയായിരുന്നു. അയലത്തെ വീട്ടിലെ മൈലവർത്തതായെന്നത് അങ്ങനത്തെ ഒരു വെറൈറ്റി ഹീറോ ആണ്. ലവ് ഹാഷറെ കുളിക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. സോപ്പിന്റെ മണം വരുന്നെന്ന്. ഇനി അതിന്റെ പേരിലേക്ക് വേറെ പലതും കേൾക്കേണ്ടി വരും. അതാ അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ക്യാരക്ടേഴ്സിനെ പറ്റി നമുക്ക് പ്രഥമ ദൃഷ്ടിയാൽ തോന്നിയ കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ 1-2 ചോദ്യങ്ങളും. പിന്നെ നിങ്ങൾക്ക് ഡ്രിൽ അറിയാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അതെ, മീറ്റപ്പ് ഓഗസ്റ്റ് 17-ാം തീയതി. ഞാൻ വെന്യൂ ഒന്നുകൂടെ പറയാം. പനമ്പള്ളി നഗറിൽ റോട്ടറി ക്ലബിന്റെ ബാലഭവന്റെ ഹാളിൽ വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാം നടത്തുന്നത്. 10,000 പേര് എക്സ്പെക്ട് ചെയ്യുന്നു. അതെ, 10,000 ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു ക്രൗഡിനെ എക്സ്പെക്ട് ചെയ്യുന്നു. പിന്നെ നിങ്ങളുടെ വീബ്സിനെ തന്നെ ഭൂരിഭാഗം വീബ്സ് തന്നെയാണ്.
നിങ്ങൾക്ക് ഇനി കൂടെ വരാൻ ആരും ഇല്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടെങ്കിലും പേടിക്കേണ്ട കാര്യമില്ല, ഞങ്ങളെല്ലാം അവിടെ തന്നെ കാണും. നിങ്ങൾക്ക് ഞങ്ങളെ അറിയാം എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ അവിടെ തന്നെ കാണും. അപ്പം ലൈക്ക് ഇഫ് യു ഡു ഡു കം അപ്പ് ടു അസ്, ഡു ടോക്ക് ടു അസ്. പിന്നെ മറ്റേ ജാടയൊന്നും കാണിക്കണമൊന്നുമില്ല, സത്യസന്ധമായിട്ട് പറയാം. ചിലപ്പോ ചുമ്മാ കട്ടായിട്ട് നിൽക്കുന്നതായിരിക്കും, ഒരു 2 സെക്കൻഡ് ഇറങ്ങും വാമപ്പ് ചെയ്യാനായിട്ട്. ഈ മുതൽ അവിടെ കാണില്ല, ഈ മുതലിനെ കാണണമെങ്കിൽ പറഞ്ഞാൽ മതി, സെറ്റ് ചെയ്ത് തരാം. അതിനു വേണ്ടി ഞങ്ങൾ പ്രത്യേക സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എന്റെ പാർട്ടിംഗ് ഗിഫ്റ്റ് ആയിട്ട് ദ ബെസ്റ്റ് കിസ് ഓഫ് ദി ഇയർ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അതെ അതെ, അതിന്റെ രോഷം എല്ലാം ഇവന്റെ നെഞ്ചത്ത് ഇറക്കാം, ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പം 17-ാം തീയതി പനമ്പള്ളി നഗറിൽ വെച്ചിട്ടാണ്. അപ്പം വരിക. ലൈക്ക് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഡു കം, ഇഫ് യു കാൻ മേക്ക് ഇറ്റ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. പിന്നെ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ ഇവന്റ്സ് ഒക്കെ നടത്തുന്നതായിരിക്കും. പിന്നെ അതുകൂടാതെ ഞങ്ങളുടെ വെബ്സൈറ്റും ഇൻസ്റ്റാഗ്രാം പേജും ചെക്കൗട്ട് ചെയ്യുക, വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതെ, കമ്മ്യൂണിറ്റി നമ്മളവിടെ ചുരുക്കത്തിൽ നിങ്ങൾ വരിക, കൊണ്ടുവരാൻ പറ്റണവരെയും കൊണ്ടുവരിക. അതെ, അത്രേ ഉള്ളൂ. കമ്മ്യൂണിറ്റി ലെറ്റ് ദ കമ്മ്യൂണിറ്റി ഗ്രോ. ശരി, സോ സൈനോറ, ടാറ്റാ, ബൈ ബൈ.